എന്റെ ജാനുകുട്ടി എന്ത് ചെയ്യാണെങ്കിലും ഒരു കൈ എപ്പോഴും തലയിലുണ്ടാവും ട്ടോ. ഞാൻ എല്ലാ അമ്മമാർക്കും വേണ്ടിട്ടാ ഈ വീഡിയോ ചെയ്യണേട്ടാ. നിങ്ങളുടെ കുട്ടികളുടെ തലയിലും ഇല്ലേ പേനുകള്? എനിക്കാണെങ്കിൽ തല നോക്കി പേന എടുക്കാൻ നല്ല ഇഷ്ടാ. പക്ഷെ ജാനുവിന് അത് അത്ര ഇഷ്ടല്ല ട്ടാ. വിഷമിക്കണ്ട, ദാ ഇതുപോലെ പേനുകള് സ്വമേധയാ ഇറങ്ങിപ്പോക്കോളും കുട്ടികളുടെ തലയിൽ നിന്ന്. അതിനുള്ള ഒരു സൂത്രമായിട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ഡോക്ടർ ലിൻസിന്റെ ലൈസ് കൺട്രോൾ കിറ്റ്. ഈ ഒരു കിറ്റിൽ വരുന്നത് ഒരു ലൈസ് കൺട്രോൾ സിറമും ഒരു ലൈസ് കൺട്രോൾ ക്ലെൻസറും ആണ് ട്ടാ. പിന്നെ പേനിനെ കളയാനായിട്ട് ഒരു കോമ്പും ഉണ്ട് കേട്ടോ കൂടെ. എന്റെ മക്കളെ, ഞാൻ ആദ്യം വിചാരിച്ചതേ ജാനുന്റെ തല എന്ന് നോക്കണതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോ ആകെ കുറച്ച് പേന ഉണ്ടാവുള്ളൂ എന്നാ. എന്തായാലും ഇത് എങ്ങനെയാ അപ്ലൈ ചെയ്യണേന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് നിങ്ങൾ കണ്ടോട്ടാ. ആദ്യം തന്നെ നമുക്ക് സിറം അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ മുടിയിൽ എല്ലാവിടെയും ആവുന്ന രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടാ. എന്റെ മക്കളെ, ജസ്റ്റ് ആ എണ്ണ തേക്കുമ്പോഴത്തേക്കും പേനുകൾ എല്ലാവരും നാട് വിട്ട് പോവാൻ തോന്നുന്നുണ്ട്. ഇറങ്ങി പോരണ കണ്ട. ഇവരൊക്കെ ഇത്ര നാളെ എവിടെയായിരുന്നാവോ? ഞാൻ നോക്കുമ്പോഴൊന്നും വലിയ പേനുകളെ കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പ്രാന്താന്ന് വിചാരിക്കരുത്. എനിക്ക് ഈ വലിയ പേനുകളെ കാണുമ്പോ കൊതിയാവാണ് മുട്ടാനായിട്ട്. ഇതൊക്കെ യൂസ് ചെയ്യണതിന് മുമ്പ് ഞാൻ ഒരു തവണ ജാനുവിന്റെ തലയിൽ നോക്കിയിട്ടാ. അപ്പൊ അത്രയും നേരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഓടി കളിക്കുണ്ടായ ഒരെണ്ണത്തിന് എനിക്ക് കിട്ടിയത്. ഇപ്പോഴാണെങ്കിൽ നോക്കിയേ, ഈ സിറം തേച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നോണ്ടിരിക്കുക. ഇവരൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണോ എന്തോ. എന്തായാലും ഇനി നമുക്കൊന്ന് ഈരി നോക്കാം. എന്റെ ദൈവമേ, എന്തോരം പേനുകളാന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ലൈസ് കൺട്രോൾ സിറം തേച്ചിട്ട് ഈരിപ്പ കിട്ടിയ പേനുകൾ. അത് എനിക്കിങ്ങനെ പേനുള്ള തലകളിൽ നോക്കി പേൻ കിട്ടുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇത്രയധികം പേനുകളെ ഒരുമിച്ച് മുട്ടാൻ കിട്ടിയിട്ടുണ്ടല്ലോ. അയ്യോ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടാ. അപ്പോഴത്തേക്കും ജാനു നംശുവിനെ വിളിച്ചു വരുത്തി. പിന്നെ ആ പേനുകളെ മുട്ടാനായിട്ട് ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു അവിടെ. നമ്മൾ തല നോക്കുമ്പോഴും ഈരുമ്പോഴൊക്കെ കിട്ടുന്നതുണ്ടല്ലോ, ആ തലയിലുള്ള പേനിന്റെ ഒരു അംശം മാത്രമാണ് കേട്ടാ. ഇത്രയധികം പേനുണ്ടെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പേനൊക്കെ നന്നായി ഈരിയെടുത്തതിന് ശേഷം ഇനി ഈ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് മുടി കഴുകി എടുക്കാട്ടാ. അപ്പൊ നമ്മൾ കഴുകിയൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ മുടിയിൽ നോക്കിയപ്പോ പേനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഈര് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ജാനുവിന് ചൊറിയുണ്ടോന്ന് ചോദിച്ചപ്പോ എനിക്ക് ചൊറിയണില്ല അമ്മേ. ഇനി അമ്മ പേൻ നോക്കില്ല അല്ലേ എന്ന് പറഞ്ഞ അവള് തുള്ളിച്ചാടാണ്. പക്ഷെ എന്റെ മുഖത്തുള്ള വിഷമം എന്താണെന്നറിയോ? ഇനി ഒന്നും വൈകുന്നേരം പേൻ നോക്കാൻ പറ്റില്ല അല്ലേ ജാനു എന്നും പറഞ്ഞിട്ടാ. നമ്മുടെ റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, അക്കൗണ്ടും ടാഗ് ചെയ്ത് കൊടുക്കാട്ടാ.